പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ പറയുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുമ്പോൾ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഞാനിതിനൊരു വ്യാഖ്യാനം കൊടുക്കാം. ഇത് എനിക്ക് കിട്ടിയൊരു ഉൾക്കാഴ്ചയല്ല ഇപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത്. ബിജു ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്നൊരു ബ്രദർ, അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിലാണ് ഞാൻ ഈ ഒരു ചിന്ത കണ്ടത്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാണിപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി. വയലിൽ നിധിയുണ്ടെന്നറിഞ്ഞപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ അയാൾ സ്വന്തമാക്കുന്നു. ഈ വയലാണ് തിരുസഭ, നിധി യേശുവും. ഇതാണ് ആ ബ്രദർ നൽകുന്ന വ്യാഖ്യാനം, ബ്രദർ ബിജു മേരി ഇമാക്കുലേറ്റ്. അതൊരു രക്ഷാകരമായ ഒരു വ്യാഖ്യാനമായിട്ട് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളോട്ട് പങ്കുവയ്ക്കുകയാണ്. അതായത്, യേശുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ യേശുവിനെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ച സഭയെയും യേശുവിനെ ഈ ലോകത്തിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സഭയെയും യുഗാന്ത്യം വരെ, ലോകാവസാനം വരെ ഈ ലോകത്തിൽ യേശുവിനെ ലോകത്തിന് സമ്പ്രദാനം ചെയ്യുന്ന, കൊടുക്കുന്ന ദൈവികമായ സംവിധാനമായ സഭയെയും ഉൾക്കൊള്ളണം. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ വെളിവാക്കാം. ഞാൻ അട്ടപ്പാടിയിൽ വട്ടാലച്ചൻ്റെ പുരോഹിതർക്ക് വേണ്ടി ആദ്യമായിട്ട് നടത്തിയ ധ്യാനത്തിൽ ഞാൻ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വൈദികൻ എന്നെ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനെ കർത്താവ് വരങ്ങൾ നൽകി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എന്തോന്ന് അച്ഛനെ തടഞ്ഞു വച്ചിട്ടുണ്ട്, അച്ഛനത് കണ്ടെത്തണം എന്ന് കൗൺസിലിംഗ് നടത്തിയ ഒരു അൽമായ സഹോദരൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ വെച്ചാൽ തടസ്സം? അപ്പോൾ എനിക്കൊന്നും വെളിപ്പെട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ മുരുകൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന കാലത്ത് അദ്ദേഹം അവിടെ വീണ്ടും ധ്യാനിക്കാൻ പോയി. അന്നും അദ്ദേഹത്തോട് കൗൺസിലിംഗ് എടുത്തൊരു സിസ്റ്റർ പറഞ്ഞു, അച്ഛന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൂടെയുള്ള ശുശ്രൂഷ, വരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്, പക്ഷേ അത് അച്ഛൻ സ്വീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് അച്ഛൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഈ വരങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പ്രാർത്ഥനാവരം, ഭാഷാവരം, രോഗശാന്തിവരം, വചനപ്രഘോഷണ വരം, പ്രവചനവരം, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം, ഇതൊക്കെ ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്നറിയോ? ഞാൻ ഇടവക വികാരിയാണ്, പക്ഷേ എൻ്റെ ഇടവകയിൽ എന്നെ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ആത്മീയ ഗൈഡൻസ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഇടവകയിലുള്ള ആത്മാര് പലരും മണിമണി പോലെ വചനം പറയുകയും വചനം വ്യാഖ്യാനിക്കുകയും വളരെ മനോഹരമായ കൗൺസിലിംഗ് നടത്തുകയും ചെയ്യുന്നു. എൻ്റെ അടുക്കൽ വരുന്നവരെല്ലാം ഞാൻ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടേണ്ട ഒരു ദുരവസ്ഥയിലാണ് ഞാൻ. എന്തുകൊണ്ട് എനിക്ക് ഈ വരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അച്ഛന് സഭയോടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് സഭയോട് അങ്ങനെ ബന്ധത്തിന് കുറവൊന്നുമില്ല, എനിക്ക് സഭ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അന്ന് അതൊക്കെ കഴിഞ്ഞ് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് പോയ അന്ന് രാത്രിയിലാണ് ബിനോയ് അച്ഛൻ, അവിടുത്തെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അച്ഛൻ, എൻ്റെ അടുക്കൽ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ബോംബെയിൽ വന്നപ്പോൾ, ചമാച്ചനായിരുന്ന കാലത്ത് ബോംബെയിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു ദൈവാനുഗ്രഹം കിട്ടിയ കാര്യം സാക്ഷ്യം പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ധ്യാനിച്ചപ്പോൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന് എൻ്റെ ഓർമ്മ വന്നതുകൊണ്ട് എന്നെ കാണാൻ വേണ്ടി വീണ്ടും വന്നു. ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഈ പ്രസംഗത്തിൽ അച്ഛൻ്റെ ഈ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അറിയിക്കും. അദ്ദേഹം ഈ പ്രസംഗം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ അങ്ങനെ എന്നെ കാണാൻ വേണ്ടി മുരുകൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. അപ്പോൾ അച്ഛൻ വരുമ്പോൾ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി ഈശോ ആണ്, വയൽ സ്ഥിരസഭയാണ്. വയലിനെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുന്ന പോലെ വയലിനെയും കൂടെ സ്വീകരിച്ചാലേ യേശു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയുള്ളൂ. കാരണം സഭയെയും യേശുവിനെയും രണ്ടായിട്ട് മുറിച്ചു മാറ്റാൻ പറ്റില്ല. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്രബോധനം മറ്റൊരവസരത്തിൽ ഞാൻ നൽകാം. സഭയുടെ ആന്തരിക തലമുണ്ട്, സഭയുടെ ബാഹ്യതലമുണ്ട്.
സഭയുടെ ബാഹ്യതലത്തിൽ മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, സംവിധാനങ്ങളെല്ലാം കൂടെ കൂടിയതാണ്. അവിടെ കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ ആന്തരിക തലം പരിശുദ്ധ ത്രിത്വം വിശുദ്ധരും മാലാഖമാരെ ചേർന്നതാണ്. ആ പരിശുദ്ധ ത്രിത്വവും മാലാഖമാരും വിശുദ്ധരും അടങ്ങുന്ന കൂദാശ ജീവനും വചനജീവനും നിറയുന്ന ആന്തരിക തലം പരമപരിശുദ്ധമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ബാഹ്യതലത്തിൽ അവരുടെ ഇവരുടെയും കുറ്റങ്ങൾ, കുറവുകൾ കണ്ട് നമ്മൾ സഭയെ തള്ളിപ്പറയില്ല എന്നൊക്കെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛനൊരു കാര്യം മനസ്സിലായത്. തനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ലഭിക്കാത്തതിന്, അല്ലെങ്കിൽ അത് തന്നിൽ അത് ശക്തിപ്പെടാത്തതിന് കാരണം ഇത് തന്നെയാണ്. എന്താണ്? സഭയുടെ ചരിത്രം മുഴുവൻ എടുത്ത് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. കാരണം സഭ, ചർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന സഭയുടെ ചരിത്രം എടുത്ത് പഠിച്ച് അതിൽ PhD എടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് സഭയിൽ പല കാലങ്ങളിൽ 2000 വർഷത്തിനുള്ളിൽ പല വ്യക്തികളിലൂടെ ഉണ്ടായ ചില വീഴ്ചകളും പരാജയങ്ങളും തെറ്റുകളും കണ്ട് സഭയോടൊരു അവേർഷൻ, ഒരു മതിപ്പില്ലായ്മ, ഒരു ഇഷ്ടക്കേട് ഉള്ളിക്കിടപ്പുണ്ട്. എന്നിട്ട് സഭയുടെ ഓരോ വ്യക്തിയുടെയും കുറ്റമെടുത്ത് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിമന്യ പിതാവിനോടോ മാർപ്പാപ്പയോടോ ഒക്കെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹം സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കാര്യമായിട്ട് നടത്തുന്നില്ല. ഉള്ളിൽ സ്നേഹത്തോടെ സഭയെ ആശ്ലേഷിച്ചിട്ടില്ല അദ്ദേഹം. ഇത് അദ്ദേഹത്തിന് മനസ്സിലായി. കൗൺസിലിംഗ് പലയിടത്തും പോയിട്ട്, അത് നല്ല ഗിഫ്റ്റഡായ ഒരു കന്യാസ്ത്രീ പോയിട്ട് പോലും വെളിപ്പെട്ട് കിട്ടാത്ത കാര്യം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോടല്ല പറഞ്ഞ, പൊതുജനങ്ങളോടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റേജിൻ്റെ പുറകിൽ വന്ന് എന്നെ കണ്ടു. എന്നിട്ട് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചു. പിന്നെ മുറിയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഉൾക്കാഴ്ചയും വെളിപ്പെടുത്തലും എനിക്കിന്ന് കിട്ടി. സഭയെ എൻ്റെ ഉള്ളിൽ ഒരു വലിയ നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ യേശു എന്നിൽ മഹത്വപൂർണനായി വസിച്ച് യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധാത്മാവിനെ എനിക്ക്, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിൽ എനിക്ക് വളരാൻ പറ്റിയിട്ടില്ല. ദൈവം നിഷേധിച്ചതല്ല. ഈ ഒരു അയോഗ്യത ഉള്ളിൽ കിടപ്പുണ്ട്. അതൊരു പാപകമായി കിടപ്പുണ്ട്. കാരണം സഭയോടുള്ള വെറുപ്പുള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അവേർഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കഠിനമാക്കി പറഞ്ഞാൽ അല്പം വെറുപ്പുള്ളിൽ കിടപ്പുണ്ട്. സഭ എന്തോ ഒരു പുച്ഛം കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി. എന്നിട്ട് രാത്രി അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ ഞാൻ പോകുന്നുള്ളൂ. നാളെ എനിക്ക് ഒരു നല്ല കുമ്പസാരത്തിനെ പറ്റിയ ഒരു വൈദികനെ സംഘടിപ്പിച്ചാണ്. ഞാനൊരു അച്ഛനെ ഏർപ്പെടുത്തി കൊടുത്തു. പിറ്റേ ദിവസം അദ്ദേഹം ആ വൈദികൻ്റെ അടുക്കൽ കുമ്പസാരിച്ചു. ഇതൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴുണ്ട്, അദ്ദേഹം ഈ കൗൺസിലിംഗ് നടത്തുന്ന സാന്ത്വനം എന്ന് പറയുന്ന ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ കൗൺസിലിങ്ങിനൊക്കെ ഉള്ള ഒരു സൗകര്യമുള്ള സൈഡിലൊരു ചാപ്പലുണ്ട്. അപ്പോൾ ഈ കുമ്പസാരം കഴിഞ്ഞ് ഒരു ജോസഫ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഇറങ്ങി വരുന്ന വഴിക്ക് ഈ ചാപ്പലിൽ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നത് കണ്ട് അദ്ദേഹം ആ ചാപ്പലിലേക്ക് കയറി. വൈദിക വസ്ത്രം ധരിച്ച ആ അച്ഛൻ വന്നപ്പോൾ അവിടെ ഇരുന്ന 2 സഹോദരിമാർ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ കൊന്തയില്ല, ചൊല്ലിക്കോട്ടെ എന്ന് ചോദിച്ചു. ചൊല്ലിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത രഹസ്യം ജപമാലയുടെ പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ ചൊല്ലുന്നു ചൊല്ലാമെന്ന് പറഞ്ഞു. അച്ഛൻ ആ ജപമാലയ്ക്ക് നിയോഗം വെച്ച് ആ ദശകം പൂർത്തിയാക്കി കഴിഞ്ഞു. വീണ്ടും ആ ജപമാലയിലൊക്കെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം പറഞ്ഞു, അച്ഛൻ കുറച്ച് എൻ്റെ പ്രാർത്ഥന ലീഡ് ചെയ്യാമെന്ന് ചോദിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ അവരഭിഷേകം കൊണ്ട് നിറഞ്ഞു. അച്ഛൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചിരുന്നതിന് ശേഷം സൈഡിൽ മുട്ടുകുത്തിയിരിക്കുന്ന ആ സ്ത്രീയോട് പറഞ്ഞു, സഹോദരിയുടെ ശരീരത്തിലെ ത്വക്ക് രോഗം കർത്താവ് മാറ്റുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആ സഹോദരി കരഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ടുകൾ ചില സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അന്ന് ആ പ്രാർത്ഥന അവർ പൂർത്തിയാക്കി. ഉച്ചയ്ക്ക് അച്ഛൻ ഊട്ടുമുറിയിലിരിക്കുമ്പോൾ ആ സ്ത്രീ കയറി വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മുറി പോയി പരിശോധിച്ച് നോക്കി, 4-5 സ്ഥലത്ത് വെള്ളപ്പാണ്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമെല്ലാം സ്വാഭാവിക കളറുള്ള സ്ഥലമായിട്ട് മാറി. ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലമായിരുന്നുകൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല എനിക്ക് വെള്ളപ്പാണ്ടുണ്ടെന്ന്. ആ രോഗം മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ ഇത് പറഞ്ഞുകൊണ്ട് കരയുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ഈ സ്ത്രീക്ക് രോഗശാന്തി കിട്ടിയതല്ല, തനിക്ക് സഭയെ ഉൾക്കൊള്ളാൻ പറ്റിയപ്പോൾ പരിശുദ്ധാത്മാവിന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ള സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ അച്ഛൻ വളരെ അതിശക്തമായ അഭിഷേകമുള്ള ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. രോഗശാന്തി വരമുണ്ട്, വചന വ്യാഖ്യാന വരമുണ്ട്, അതുപോലെ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ അനുവാദമില്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ,
സഭയെ സ്നേഹിക്കാം, സഭയെ നമ്മുടെ ചങ്കിൽ പേര് നടക്കാം, സഭയെ ഉൾക്കൊണ്ട് യേശുവിനെ ആ സഭയിലൂടെ സ്വീകരിച്ച് സഭയിലൂടെ യേശുവിനെ കൊടുക്കുന്നവരായി മാറാം. ഈശോയെ അങ്ങയെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങയുടെ തിരുസഭയെ സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. സഭയുടെ കുറവുകളും കുറ്റങ്ങളും മനുഷ്യ വ്യക്തികളുടെ കുറ്റങ്ങളും കുറവുകളാണെന്നും അത് സഭയുടെ കുറ്റമല്ലെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സഭയെ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ, സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ